എൻ്റെ ചങ്ങാതിമാരെ നല്ല അടിപൊളി വീശ് പൊറോട്ട ദേ ഈ ചങ്ങാതി അങ്ങ് താർക്കുന്നത് കണ്ടിട്ട് കൊതിയാന്നില്ലേ. അപ്പം നല്ല കിടുക്കാച്ചി വീശ് പൊറോട്ടയും അതുപോലെ തന്നെ ഹോട്ടലിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല കിടുക്കം ഫിഷ് മോലി 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടുക്കാച്ചി ഫിഷ് മോലി നമുക്ക് ഉണ്ടാക്കി ഒന്ന് താർത്താലോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തതുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല എൻ്റെ ചങ്ങാതി. അപ്പം നേരെ നമ്മുടെ കിച്ചണിലേക്ക് വെച്ച് പിടിപ്പിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഷെഫുമാരൊക്കെ ഭയങ്കര തിരക്കിലാണ്. ആദ്യം തന്നെ തീ പിടിപ്പിച്ചു ഉരുളി ചൂടാക്കാൻ വെച്ചു. അതിനുശേഷം ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഇട്ട ശേഷം അതിലേക്ക് ഉലുവായിട്ട് മൂപ്പിക്കുക. ഉലുവായിട്ട ശേഷം ലേശം വെളുത്തുള്ളി ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം അവനെയും ഇതുപോലെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അവനെ ഏകദേശം ഒരു വാടിയൊരു പരുവായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം സവോള ചെറുതായി എരിഞ്ഞെടുത്തൊരു മറിക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മളെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, അങ്ങനെ വെറൈറ്റികളുണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജ് കിടപ്പുണ്ട്, അല്ലെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്. ഒന്നും നോക്കേണ്ട, ഓർഡർ ചെയ്ത് താർക്ക് ഏറ്റുമാനൂരുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് കാണിക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കൊറിയർ അയച്ചു തരാം. എന്നിട്ട് ആ സമയത്ത് സമയം കളയാതെ 2-3 പച്ചമുളക് രണ്ടാക്കി കീറി എടുത്തൊരു മറിക്കുക. അതിനുശേഷം അവനൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും മസാല ഇടുന്ന കലാപരിപാടി. ആദ്യം തന്നെ ലേശം മഞ്ഞപ്പൊടി ഇടുക, ഉപ്പും കൂടെ ഇടുക. ഫിഷ് മോലിക്കകത്ത് ഇത് രണ്ടും മാത്രം ഇട്ടാൽ വേറെ ഒന്നും ഇടണം. എന്നിട്ട് ചെറു ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ മസാലയൊന്ന് മൂത്ത് ഒരു നല്ല സ്മെല്ല് വരുന്ന പാകമാകുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇതിനെ തിളപ്പിക്കുക. അവനൊന്ന് തിളച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങട്ടെ. എനിക്ക് ചങ്ങാതി ഫിഷ് മോലി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. നല്ല സൂപ്പർ അപ്പം കൂടെ ഉണ്ടെങ്കിൽ സംഭവം കിളി പറക്കാം എൻ്റെ ചങ്ങാതി വരെ. എന്നിട്ട് നല്ല നെയ്മീൻ പീസോ, ഇനിയില്ല നെയ്മീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേരയോ ചൂരയോ ഏത് മീനായാലും കുഴപ്പമില്ല എടുത്ത്, ഇനി കരിമീൻ ഉണ്ടെങ്കിൽ സൂപ്പറാട്ടോ. അവനെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം നമ്മുടെ ചങ്ങാതി അടുത്ത പൊറോട്ട അടിക്കുന്ന പരിപാടിയിലേക്ക് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീച്ച് പൊറോട്ടയൊക്കെ അടിക്കുന്നത് കണ്ടു. ഒന്നും നോക്കണ്ട, കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ചാറിൻ്റെ കാര്യം മറക്കല്ലെന്ന്. അവിടെ കിടുക്കാച്ചി അച്ചാറുകളുണ്ട്. വരുത്തി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, അത് മാത്രം കൂട്ടി കഴിയാൻ കേട്ടോ. അത്ര നല്ല കിടുക്ക അച്ചാർ കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, സ്റ്റോറിക്കകത്ത് നമ്മുടെ പേജിൻ്റെ അകത്ത് കിടക്കും. ഓർഡർ ചെയ്ത് താർക്ക് എൻ്റെ ചങ്ങാതിമാരെ. വെറൈറ്റിയുള്ള പെരുന്നാളല്ലേ, ചങ്ങാതി നല്ല കിടുക്കം ബീച്ച് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി തകർത്തുകൊണ്ടിരിക്കും കേട്ടോ. അത് കാണാൻ തന്നെ ഭംഗിയല്ല. ആ സമയത്ത് നമ്മുടെ ഫിഷ് മോലി തിളച്ച് മറിയും കേട്ടോ. തിളച്ച് മറിച്ചുകൊണ്ടിരുന്നപ്പോൾ ചങ്ങാതിയോട് വന്ന് അന്ന് പിന്നെ പൊറോട്ട അങ്ങ് ചുട്ടോളാൻ പറഞ്ഞു. പുള്ളി അങ്ങ് തവയിലേക്ക് ഒരു മറിക്കുന്നു. അതിന് ശേഷം അവനൊന്ന് വേകുന്ന സമയത്ത് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ, ലാസ്റ്റ് ഫിനിഷിങ് പരിപാടി കേട്ടോ. ആ കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഇട്ട ശേഷം ഇവനെ സ്ലോ ഫ്ലെയിമിലിട്ടങ്ങ് മൂപ്പിക്കുക. ആ മൂപ്പിക്കുന്ന സമയത്ത് പൊറോട്ട ഏകദേശം ഒരു പരിവായി ഒന്ന് മറിച്ചിട്ട ശേഷം അവനൊന്ന് വരുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് ഇടാൻ പോകുന്നത്. ആ സമയത്ത് പൊറോട്ട ഏകദേശം ഒന്ന് മറിച്ച് തിരിച്ചിട്ടു. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴേക്ക് ഒരു സ്മെല്ല് വരാൻ തുടങ്ങി എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല. ഇനി ഇതിന് മുകളിലേക്ക് ഒരു കളർഫുൾ ആകാൻ വേണ്ടി കുറച്ച് തക്കാളി, കുറച്ച് ക്യാപ്സിക്കം ഇട്ടാൽ സംഭവം കാണാനും ലുക്കായി എൻ്റെ ചങ്ങാതിമാരെ. ഒരു രക്ഷയില്ലല്ലേ. അപ്പോൾ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല. അപ്പോൾ ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതിമാരെ. വീട്ടിലുണ്ടാക്കി തകർത്തിട്ട് കമൻറ്റുകൾ വാരി വിതരണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ പൊറോട്ടയും റെഡി, നല്ല പൂ പോലത്തെ പൊറോട്ടയും റെഡി. എന്നിട്ട് ആ വിഷ്മോലി ഒരു പീസും കൂട്ടി ഒരു പിടുത്തം പിടിച്ച സ്വർഗം സ്വർഗം എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ചെയ്യുക, ഓർഡർ ചെയ്യുക, പൊളിക്കുക എൻ്റെ ചങ്ങാതിമാർ.